നിർത്തിയേ 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 മാറിന്ന്. ഞാനാണ് ഇവിടുത്തെ യൂണിറ്റ് സെക്രട്ടറി. വെറുതെ ഷോ കാണിക്കാൻ നിൽക്കരുത്. ഇമാരുടെ നീല കീർത്തുണി കെട്ടിയെന്ന് വെച്ച് ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നമ്മുടെ ചെങ്കോട്ട അങ്ങനെ തന്നെ നിൽക്കും. എന്നാലും ബഹുസ്വരതയിൽ വിശ്വസിക്കുന്നതാണ് നമ്മുടെ പാർട്ടി. ഇമാരെ കെട്ടട്ടെ, എവിടം വരെ പോകുന്ന നോക്കാം. അയ്യോ പ്രിൻസിപ്പൽ, തൽക്കാലം പിരിഞ്ഞു പോയിക്കോ. എവിടെ എന്തു പറ്റിയടാ? ഇതാരാ ചെയ്തേ? കുഴപ്പമില്ല ചേച്ചി, കോളേജിൽ വെച്ച് ശരിയാവും. രാഷ്ട്രീയത്തിൽ തല്ലുകൊള്ളുന്നതും ജയിലിൽ കിടക്കുന്നതും ഒക്കെ നല്ലതാ, വളരും. നീ രാഷ്ട്രീയത്തിലേക്ക് വലതുകാലം വെച്ച് കയറി കഴിഞ്ഞു. വേണ്ട വേണ്ട, നമുക്കുള്ളതൊക്കെ നഷ്ടപ്പെട്ടത് ഈ രാഷ്ട്രീയം കാരണം. ഇനി നീ കൂടി അതിലും പോണ്ട. ജീവിതമാണ്, മനസമാധാനമാണ് വലുത്. ഇത് ഇന്നത്തോടെ നിർത്തിക്കോണം. സമരമാണോടാ? കൊടിയേടിയതിനായിരുന്നല്ലേ? ഞാൻ അച്ഛനെ വിളിച്ചു പറഞ്ഞു. ഇപ്പൊ എങ്ങനെയുണ്ട്? നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതിവിടെ തൂക്കിയിടുന്നല്ലേ അളിയാ? സുഖല്ലേ? ഭയങ്കര ഫാനാണ് ചേച്ചി. എന്തായിരുന്നു ചേച്ചിയുണ്ട്, അപ്പുറത്തെ അച്ഛനാണ്. ഓട്ടോഗ്രാഫ് എന്ന് തോന്നുന്നു ചേച്ചി. അപ്പോ അത് അങ്ങോട്ട് പാസ്സാക്ക്. തൽക്കാലം സുരേഷ് ഊത്തും പി പി ആയിട്ട് വീട്ടിലിരിക്കണം. നോക്കാം, ഞാനൊന്ന് മൂത്രം ഒഴിച്ചിട്ട് വരും. ഗ്രൂപ്പുകളുടെ ഭാഗമായിട്ട് അലക്സിന്റെ ഗുണ്ടകളെ വീട്ടിലോട്ട് നാടൻ പോകുമ്പോൾ പറഞ്ഞു. അതിൽ അമ്മ പോയി. ഗാന്ധിയനാണല്ലോ അച്ഛൻ, അതുകൊണ്ട് അത് ചെയ്തവരോടൊക്കെ പുറത്ത്. LDPയുടെ കോട്ടയിൽ അച്ഛൻ പ്രസിഡന്റായി. കേരള രാഷ്ട്രീയത്തിൽ ഉദിച്ചു വന്നുകൊണ്ടിരിക്കുന്ന അച്ഛനെ അവൻ പിന്നെയും അലക്സ് പണിയാൻ തുടങ്ങി. അയാളും ഗുണപാലും ആ പുഷ്കരനും കൂടി അയാളും കൂടി അച്ഛനെ വിജയിച്ച് കുടിക്കും. അച്ഛന് പകരം ഞാൻ എന്നുള്ള ഫോമിൽ അവർ അംഗീകരിച്ചില്ല. അറിയാലോ പണിയെടുക്കുന്നത്. അതിന് പകരം രാഷ്ട്രീയത്തിന് തെക്കും വടക്കറിയാത്ത അച്യുനന്ദനെ വെച്ച് അവൾ ആ സീറ്റിൽ കയറി പിടിച്ചിരുന്നിട്ട് എനിക്കിട്ട് പണിതുകൊണ്ടിരിക്കുക. എല്ലാരും കൂടി ഇന്നലെ ഇതേ കഥ തന്നെ, മിനിഞ്ഞാന്ന് ഇതേ കഥ തന്നെ, വർഷങ്ങളായി ഇതേ കഥ തന്നെ. നിന്റെ കഥ എൻ്റെ വിധി. പണിയണം. അക്ഷരം പോലും അറിയില്ല. രാധന്റെ കൈയക്ഷരം. എടോ കണ്ടാക്കെ എവിടെ നിൽക്കുവടോ? ഇല്ലിക്കുഴിയിലോട്ട് വന്നേ. ആരുടെ ഈ സുനിത മെമ്പറുടെ ഫ്ലെക്സ് ഒക്കെ ഇവിടെ കൊണ്ടുവച്ചത്? തോന്നിയാസല്ലേ ഈ കാണിക്കുന്നത്? ആ മെമ്പറോട് കുശുമ്പുള്ള ആരോ ചെയ്ത പണിയാ. ചെയ്തവരെ കുറ്റം പറയാൻ പറ്റുമോ? റോഡ് മൊത്തം കുഴിയല്ലേ? ഇവന്മാരെ കരുതി കൂട്ടിയാണ് ഇവിടെ വെച്ചിട്ടുണ്ടല്ലോ. എന്ത് വള്ളിക്കെട്ടിലാണോ എന്തോ. ഈശ്വരാ കാത്തോണേ. എന്തിനാ മാഡം വിളിച്ചത്? എടോ തന്നോട് ഞാൻ എത്ര കാലമായി പറയുന്നു റോഡ് ശരിയാക്കാൻ. ഈ കുഴിയെല്ലാം എണ്ണി അടച്ചില്ലെങ്കിൽ തന്റെ ലൈസൻസ് കെട്ടിയത് ഞാൻ കരിമ്പട്ടികയെ പെടുത്തുവേ. ഒറ്റ ബില്ല് ഞാൻ പാസ്സാക്കത്തില്ല പഞ്ചായത്തിൽ. മാഡം എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഓ ആക്ടിങ് ശരിയാണ്.
ശരിയാണ്, മാഡം ഒരു 1000 ടൈംസ് പറഞ്ഞിട്ടുണ്ട്. മാഡം ചതിക്കരുത്. എന്റെ ലോൺ, എന്റെ JCB, എന്റെ ടിപ്പർ, എന്റെ കരിമ്പട്ടിക. ആക്ടിങ് കറക്റ്റ് അല്ലോ മാഡം. ആ അപ്പൊ വേഗം റോഡ് ശരിയാക്കാം. ശരി, മാം. വൈകുന്നേരം ഞാൻ ഈ വഴി വരുമ്പോ ഒറ്റ കുഴി കണ്ടുപോരുത്. ചെയ്യാം. മനസ്സിലായല്ലോ? അപ്പൊ ശരിയാക്കി ഞാൻ പറഞ്ഞില്ലേ സുനന്ദ മെമ്പർ സൂപ്പറാണ്. സൂചിച്ച് പോണ മെമ്പറെ പാതാളക്കുഴി വീടല്ലേ. ഗ്രൂപ്പിസം അതിന്റെ പാരമ്യത്തിലെത്തിരിക്കുകയാണ്. സുനന്ദയ്ക്കെതിരെ പോസ്റ്റർ ഒട്ടിച്ചത് സുരേഷും സംഘവുമാണെന്നാണ് സൂചന. അതുകൊണ്ട് ഗ്രൂപ്പിസം ഇനി വെച്ച് പൊറിപ്പിക്കാനാവില്ല. ഗ്രൂപ്പിസം കണ്ടുപിടിച്ച ചാച്ചനാണ് ഗ്രൂപ്പിസിനെ കുറിച്ച് പറയണം. CCTV ദൃശ്യങ്ങളിലെല്ലാം വ്യക്തമാണ്. തലേ ദിവസം രാത്രി സുരേഷിനെ അവിടെ കണ്ടവരുണ്ട്. മര്യാദക്ക് സ്ട്രീറ്റ് ലൈറ്റ് പോലും ഇല്ലാത്ത ഗ്രാമത്തിലാണ് ചീച്ചി ക്യാമറ. ആര് പറഞ്ഞു? എന്റെ വീട്ടിലുണ്ടല്ലോ CCTV. കോങ്കോയിലിരുന്ന് അതിയാണ് എല്ലാം കാണാം. എന്തൊക്കെയായാലും തെരഞ്ഞെടുപ്പെടുത്ത ഈ വേളയിൽ സുനന്ദയുടെ സമയോചിതമായ ഇടപെടൽ വലിയൊരു നാണക്കേടിൽ നിന്നും പാർട്ടിയെ രക്ഷിച്ചിട്ടുണ്ട്. എന്താ ശരിയല്ലേ? നമ്മുടെ പഞ്ചായത്തിന്റെ ഇന്ദിരാഗാന്ധിയാണ് സുനന്ദ എന്ന് പറയുന്നതിൽ എനിക്ക് ലജ്ജയില്ല. ലജ്ജയില്ലാത്ത बहुत वर्ष पहले जब जवाहरलाल नेहरू प्रधानमंत्री थे तब उन्होंने सुझाव दिया था. ഇത്തവണത്തെ സ്ഥാനാർത്ഥി ലിസ്റ്റ് അറിയാൻ പാർട്ടി പ്രവർത്തകർക്ക് താല്പര്യമുണ്ട്. അതൊക്കെ സമയമാകുമ്പോൾ നേതൃത്വം പുറത്തെടുക്കും. എല്ലാവരും ഓർത്തോ, ഇത്തവണ എൻ്റെ ഡേനാണ്. അങ്ങനെയുള്ള കീഴ്വഴക്കങ്ങളൊന്നും ഇവിടെ ഇല്ല. ഒരു പ്രത്യേക സാഹചര്യത്തിൽ സുനന്ദ വന്നു. സുനന്ദ കഴിവ് തെളിയിച്ച സ്ഥിതിക്ക് ഇനി വേറെ ആരും വേണ്ട. സുനന്ദ എന്തു പറയുന്നു? അത് പിന്നെ പാർട്ടി എന്ത് പറയുന്നു അതനുസരിക്കാൻ ഞാൻ ബാധ്യസ്ഥയാണ്. എന്നാലും അതെ, കഴിവുള്ളവരെ കഴിവ് അതാണ്. സുരേഷിന് സീറ്റ് കൊടുക്കാൻ സുനന്ദയ്ക്ക് പോലും താല്പര്യം. അല്ല ഞാൻ അങ്ങനെ വാടാ പോവാ. ചായം കടി ചൂട് മുഞ്ചിക്കണം. ചായം കടി നടക്കുന്നു. ആ പോട്ടെ. അയ്യോ അവന്മാർ പോയി ഗ്രൂപ്പുണ്ടാക്കുമെന്തോ. സുനന്ദയ്ക്കെതിരെ പോസ്റ്റർ ഒട്ടിച്ചതിന് സുനന്ദയുടെ വികാരം കണക്കിലെടുത്ത് സുരേഷിനെ അന്വേഷണ വിധേയമായി 3 ദിവസത്തേക്ക് സസ്പെൻഡ് ചെയ്യുന്നു. നിനക്ക് ആ നൂറിനാടുന്ന് വന്ന കല്യാണാലോചനയും മുടങ്ങി. ആ അതെങ്കിലും മുറിവെന്ന് വിചാരിച്ചതായിരുന്നു. ഓ സന്തോഷായി. കൂടുന്നതിനനുസരിച്ചിട്ടേ വരുന്നില്ല. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ കാലം തെറ്റിയ മഴയും. തേനീച്ചകൾ കുറയുന്നു. കൊന്നമരം പോലും കാലം തെറ്റി പൂക്കുന്നു. മനുഷ്യന്റെ കാര്യത്തിലും മാറ്റം കണ്ടു തുടങ്ങി. നീ ഇന്ന് സുരേഷിനെതിരെ നിലപാടെടുത്ത് ഒട്ടും ശരിയായില്ല. ഓ അത് അച്ഛൻ്റെ അടുത്ത് എത്തിയോ? ആ അച്ഛൻ അങ്ങനെ മകൻ കീ ബാത്ത് കേട്ട് ഓരോന്ന് വിചാരിക്കണ്ട. അലക്സ് എന്തോ പറഞ്ഞു, ഞാൻ അതിന് മറുപടി പറഞ്ഞു. അത് ഞാൻ പറഞ്ഞിരുന്നതിന് മുമ്പ് അലക്സ് ഇടയ്ക്ക് കയറി പറഞ്ഞു. എൻ്റെ നിലപാട് സുരേഷിനെതിരെയാണെന്ന് അയാൾ വ്യാഖ്യാനിക്കുമായിരുന്നു. ഞാൻ പറയാതെ അറിയാമല്ലോ, അലക്സിനെ സൂക്ഷിക്കണം. വിഷവാ. തൊഴുത്തിക്കുത്തും പാരവെപ്പും ഗ്രൂപ്പ് കളിയൊക്കെ ആണല്ലോ അച്ഛാ നമ്മുടെ പാർട്ടിയിലെ പ്രധാന കലാപരിപാടികൾ. ഇവനൊക്കെ LDPക്കാരെ കണ്ടുപിടിക്കട്ടെ. അവരുടെ അച്ചടക്കവും ആസൂത്രണവും അടവ് നയവും അതിന്റെ മെച്ചം അവർക്കുണ്ട്.